LDF സ്ഥാനാർത്ഥിയാണ്. നിലവിലെ MLA കൂടിയാണ്. ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇലക്ഷൻ ഗ്രാൻഡ് മാസ്റ്റർ എന്ന പ്രോഗ്രാമിൽ ഉണ്ണി ബാലകൃഷ്ണൻ എന്നെക്കുറിച്ച് ചില വസ്തുതാപരമല്ലാത്ത ചില കാര്യങ്ങൾ പറയുകയുണ്ട്. അതിനൊരു മറുപടി പറയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ മണ്ഡലത്തിൽ വികസന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന തരത്തിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തുകയുണ്ടായി. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ കഴിയും, കുന്നത്നാട് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം. 2300 കോടി രൂപയാണ് ഈ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ 5 വർഷം നമ്മുടെ സർക്കാർ, LDF സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഏതാണ്ട് എല്ലാ റോഡുകളും തന്നെ BMTC നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. എല്ലാ സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങളായി. വ്യവസായ സംരംഭങ്ങൾ പുതുതായിട്ട് തുടങ്ങി. 37,000 ആളുകൾക്കാണ് ക്ഷേമ പെൻഷനുകൾ നൽകുന്നത്. ഒരു മാസം ഏതാണ്ട് 7.5 കോടി രൂപ അതിന് മാത്രമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. കളിക്കളങ്ങൾ, ഓരോ പഞ്ചായത്തിലും ഒരു കളിക്കളം. ഏതാണ്ട് 3 പഞ്ചായത്തുകളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം 2 പൂർത്തീകരിച്ച് 1 ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മറ്റൊരു വിമർശനം, ഞാൻ 2020യെയും സാബു ജേക്കബിനെയും വല്ലാതെ വിമർശിക്കുന്നു എന്നുള്ളൊരു പരാമർശം അതിലുണ്ടായി. വിമർശനം എന്ന് പറയുന്നത് വ്യക്തിപരമല്ല. അവർ മുന്നോട്ട് വെക്കുന്ന നയങ്ങളെ, ഒരു കോർപ്പറേറ്റ് നയങ്ങളെ എതിർക്കുക എന്നുള്ളത് ഒരു ജനപ്രതി എന്നുള്ള നിലയിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും എൻ്റെ ഉത്തരവാദിത്വമാണ് ഞാൻ നിറവേറ്റിയിട്ടുള്ളത്. പിന്നെ അതിലൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ നിലവിൽ മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ ഒരിടത്തും പോയിട്ടില്ല, അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ വിനീതമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ BPSLൻ്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട അയ്യൻകുഴിയുടെ സമര സദസ്സിൽ, പാരിയത്തുകാവിൻ്റെ സമര സദസ്സിൽ, നമ്മുടെ ബ്രഹ്മപുരം മാലിന്യ പ്രശ്നത്തിൽ എവിടെയെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായോ എന്ന് നിങ്ങൾ കുന്നത്ത് നാട്ടിലെ ജനങ്ങളുടെ അടുത്ത് ചോദിക്കുക. എൻ്റെ പോരാട്ടം നയങ്ങൾക്കെതിരായിട്ടാണ്, വ്യക്തികൾക്കെതിരായിട്ടല്ല. വിമർശിക്കേണ്ടവരെ വിമർശിക്കുക തന്നെയും